ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആവാൻ എന്താണ് കാരണം, എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആവുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ചാനൽ ഫ്രീസ് ആവും. അതായത് നമുക്ക് നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റ് കാരണത്താൽ എന്ത് ചെയ്യും, നമ്മുടെ ചാനൽ ഫ്രീസ് ആയിട്ട് പിന്നീട് വ്യൂസ് വരാതിരിക്കുക, പിന്നീട് 50-100 വ്യൂസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചാനൽ ഫ്രീസ് ആവാനുള്ള കാരണം എന്ത് എന്നാണ് എന്തുകൊണ്ടാണ് ഇത് ചാനൽ ഫ്രീസ് ആവുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൊണ്ടും മറ്റുള്ളവർ ചെയ്യുന്ന ഒരു തെറ്റുകൊണ്ടും നമ്മുടെ ചാനൽ എന്ത് ചെയ്യാം, ഫ്രീസ് ആവാം. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ് നമുക്ക് എന്തായാലും തിരുത്താം, പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് നമുക്ക് മാക്സിമം ചെയ്യണമെന്നതിൽ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഒരു 4 കാര്യം എന്തുകൊണ്ടാണ് ചാനൽ ഫ്രീസ് ആവാൻ കാരണം, ആ 4 കാര്യം ഞാനിപ്പോൾ ഈ വീഡിയോയുടെ പറയാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്ത് പബ്ലിക്കാക്കിയ വീഡിയോ നല്ല രീതിയിൽ എൻഗേജ്മെൻറ്റും നല്ല രീതിയിൽ ക്ലിക്ക് റേറ്റും ഒക്കെ കിട്ടിയ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുക. അതായത് നമ്മൾ അതിൻ്റെ തംബ്നെയിൽ മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ SEO എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുക. ഇങ്ങനെ എഡിറ്റ് ചെയ്ത്, അതായത് ഒന്നിൽ കൂടുതൽ വീഡിയോ ഒരു ദിവസം എഡിറ്റ് ചെയ്താൽ പിന്നീട് നമ്മുടെ ചാനലിലേക്ക് റെക്കമെൻഡേഷൻ വരുന്നത്, നമ്മുടെ ചാനൽ റെക്കമെൻഡേഷൻ പോകുന്നത് വളരെയധികം കുറവും. അതായത് നമ്മുടെ ചാനൽ ഫ്രീസായി. ഓക്കെ, പിന്നീട് നമ്മൾ ആ എഡിറ്റ് ചെയ്ത വീഡിയോക്കും വ്യൂസ് വരില്ല, നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്കും വ്യൂസ് വരില്ല. അപ്പോൾ ഒന്നാമത്തെ കാരണം ചാനൽ ഫ്രീസ് ആവേണ്ടത് കാരണം നമ്മൾ പബ്ലിക്കാക്കിയ വീഡിയോ എഡിറ്റ് ചെയ്യുക. രണ്ടാമത്, നമ്മുടെ ചാനലിലുള്ള ഒരു വീഡിയോ, അതായത് നമ്മൾ പബ്ലിക്കാക്കിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യും. അതും ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടാവും, അതായത് അതിൽ ഒന്നെങ്കിൽ ഇപ്പോൾ വളരെയധികം വ്യൂസ് കുറവായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയ മുമ്പുള്ള വീഡിയോസ് ആയിക്കാറ്, ചിലപ്പോൾ അതിൽ 10 വ്യൂസ് 9 വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തെ നമുക്ക് കാരണം വന്നിട്ട് നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെ ഡിലീറ്റ് ചെയ്താൽ ആ ചാനൽ വീണ്ടും ഫ്രീസ് ആവും. പിന്നീട് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോക്ക് വ്യൂസ് കിട്ടുകയില്ല, ചാനൽ ഫ്രീസ് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചാനൽ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കിട്ടിയ വീഡിയോ, അതായത് വ്യൂസ്, അതായത് 9 വ്യൂസാണ്, ആ വ്യൂസ് അതോടെ കിടുന്നോട്ട് പിന്നീട് അതിലേക്ക് എത്തിയും വ്യൂസ് വന്ന് അതും റീച്ച് ആയിക്കോളും. അപ്പോൾ ഒരിക്കലും വ്യൂസ് കുറേ വെച്ചാൽ ഡിലീറ്റ് ചെയ്യാൻ പോകരുത്, ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഡിലീറ്റ് ചെയ്താൽ ചാനൽ ഫ്രീ ആവും. മൂന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് സബ് ടു സബ്, അതായത് പെയ്ഡ് സബ് ചെയ്യുക. അതിൽ പെയ്ഡായിട്ട് വാച്ച് അവർ കൂട്ടുക. അതായത് പൈസ കൊടുത്തിട്ട് ഒരു തേർഡ് പാർട്ടി ആപ്പിൽ നിന്ന് നമ്മൾ ചെയ്യുന്നു, യൂട്യൂബിലേക്ക് സബ് കൊണ്ടുവരുന്നു, വാച്ച് അവർ കൊണ്ടുവരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴും യൂട്യൂബ് ഈ ഒരു സംഭവം കണ്ടെത്തിയ ആ ഒരു സബും ആ ഒരു വാച്ച് അവറും യൂട്യൂബ് ഇറേസ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ ഇറേസ് ചെയ്ത് കഴിയുമ്പം യൂട്യൂബിൻ്റെ SEO കൺഫ്യൂഷനും യൂട്യൂബിൻ്റെ SEO ചെയ്യും, ചാനൽ വീണ്ടും ഫ്രീസും, പിന്നീട് അങ്ങോട്ടുള്ളതിലേക്ക് നമുക്ക് വ്യൂസ് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു പറഞ്ഞ 3 കാര്യം, അതായത് ചാനൽ ഡിലീറ്റ് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, പെയ്ഡ് സബ് ഒക്കെ കയറ്റുന്ന ഈ ഒരു 3 കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രശ്നത്താൽ വരുന്ന എന്താ പറയുക, ഫ്രീസിങ് ആണ്. നമ്മൾ അറിയാതെ മറ്റുള്ളവർ നമുക്ക് തരുന്നൊരു ഫ്രീസിങ് ആണ് നമ്മുടെ ചാനലിലേക്ക് കണ്ടിന്യൂസ് റിപ്പോർട്ടിങ് വരിക. അതായത് ഒരാളിപ്പോൾ നമ്മുടെ ചാനലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പോർട്ട് അടിച്ചാൽ നമ്മുടെ ചാനൽ എന്തോ ഫ്രീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെയ്യുക, ഈ റിപ്പോർട്ട് അടിക്കുമ്പോൾ എന്ന് പറയുന്നത് മറ്റുള്ളവർ വയലൻസിനായിട്ടുള്ള കണ്ടന്റ് പറയുക, അതിൽ യൂട്യൂബിൻ്റെ ടേംസിൻ്റെ ഇതിനൊക്കെ നമ്മൾ എതിരെ കഴിയുമ്പോൾ മറ്റുള്ള നമ്മുടെ ചാനലിലേക്ക് റിപ്പോർട്ട് അടിക്കും. ഈ റിപ്പോർട്ട് അടിക്കുന്നതോടുകൂടി നമ്മുടെ ചാനൽ ഫ്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യുക, ഈ ഒരു പറഞ്ഞൊരു 4 കാരണത്താലാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആവാൻ വളരെയധികം കാരണമുള്ളത്. അപ്പോൾ ചെയ്യുക, ആദ്യത്തെ ഈ 4 കാര്യം നമുക്ക് ചെയ്യാം മാറ്റി വെച്ചിട്ട് ഇതാക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രീസിങ് ആയാൽ പിന്നീട് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോസിനൊന്നും വ്യൂസ് വരണമെന്നില്ല, റെക്കമെൻഡേഷൻ പോകുന്നത് കുറവേക്കാറ്, വ്യൂസ് കിട്ടുന്നതൊക്കെ വളരെ കുറവേക്കാറ്. അപ്പോൾ ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാനൽ എന്ത് ചെയ്യാം, അൺഫ്രീസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിർത്തുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് നിങ്ങളുടെ ചാനലും ഫ്രീസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അതല്ല, നിങ്ങളുടെ കൂട്ടുകാരോ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ബൈ.